ഒരു സെറ്റ് ഓഫ് ഡിസൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 7 സെറ്റ് മാത്രമേ ഇവർ മാനുഫാക്ചർ ചെയ്യുള്ളൂ. ഒരു ഡിസൈനിന്റെ 7 സെറ്റ് മാത്രമേ ചെയ്യുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് ചെയ്യൂല. അപ്പോൾ ഇത്ര കുറച്ച് നമുക്ക് എന്താ പറയുക, ഒരുപാട് ഡെസ്റ്റിനേഷൻ മറ്റേ ലൊക്കേഷൻസ് ഉണ്ടെങ്കിലും എല്ലായിടത്തും എന്താ പറയുക ഈ ഡിസൈൻ പോയി അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല. അതൊന്ന്. പക്ഷേ ഇത് നമ്മൾ വേറെയുള്ള ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ ഇഫ് യു ഡു ആൻ ഇൻഡെപ്ത് സ്റ്റഡി, ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെ പൊതുവേ നമ്മൾ 7 സെറ്റുകളോടെ ഒരു 21 സെറ്റാണ് ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു 3 ഇരട്ടിൻ്റെ ആ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ബട്ട് ആ ഒരു ഇഷ്യൂ ഇതിൽ എന്തായാലും ഉണ്ടാവില്ല. അത് കാരണമാണ് ഇവർ ഗൈഡ് ലൈൻസ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫാക്ടർ കൊണ്ട് തന്നെയാണ് മെൻ്റ് ഇത്ര ഹിറ്റ് ആവുന്നത്. ചെറിയ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ മറ്റേ പെരുന്നാൾ സമയത്ത് ഇപ്പോൾ നമ്മളൊരു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് നമുക്കൊരു സപ്പോർട്ട് ആയിക്കോട്ടെ എന്നുള്ള അവൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് മൊത്തം മറ്റേ മെൻറ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് അവനോട് ആകെ പറഞ്ഞ സംഗതി, നമസ്കരിക്കാൻ പോകുന്ന നെക്സ്റ്റ് ഡേ സെയിം ഡ്രസ്സ് കണ്ട അവനിട്ട് അടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഒരു വിശ്വാസത്തിൽ അവൻ ഫുള്ള് കൊണ്ടുപോയി. ആൻഡ് അങ്ങനത്തെ ഒരു ഇഷ്യൂ അന്ന് അവിടെ ഉണ്ടായതില്ല. എവരി വൺ ബോട്ട് ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഇതൊക്കെ നമ്മളെ ബ്രാൻഡിലുള്ള നമ്മളെ ട്രസ്റ്റ് ഡേ ടു ഡേ നമുക്കിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. പിന്നെ അത് മാത്രമല്ല, മെൻറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഓൾറെഡി ഇപ്പോൾ മെൻറ്റിൻ്റെ ടീം 40 സ്റ്റോർ ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ എല്ലാ സ്റ്റോറുകളും ഇവർ 2ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ സ്റ്റോറും ഒരു ബ്ലാക്ക് സ്റ്റോറും. ബ്ലൂ സ്റ്റോറിലുള്ള പ്രൊഡക്ട്സ് അല്ല ബ്ലാക്ക് സ്റ്റോറിൽ കിട്ടുക. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റോറിൻ്റെ റേഡിയസിൻ്റെ അനുസരിച്ചാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്.